പേടിക്കേണ്ട അല്ലി, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മാഡം നിന്നെ കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു എന്ന്. അവർ നിന്നെ നിരാശയാക്കില്ല. വിഷമിക്കാതെ വാ. അലിവോടെ സ്നേഹത്തോടെ രാധു അവളെ കൂട്ടി അകത്തേക്ക് നടന്നു. ആ രാധിക, പാടോ. അല്ലിമ്മ വന്നില്ലേ? സെലിൻ്റെ റൂമിൻ്റെ വാതിൽ നോക്ക് ചെയ്ത് അനുവാദം വാങ്ങി അകത്തേക്ക് ചെന്ന രാധുവിനോട് അവർ തിരക്കി. ഉവ്വ് മാം, പുറത്തിരിപ്പുണ്ട്. ഞാൻ വന്ന് മാമിനെ കണ്ടിട്ട് അവളെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് കരുതി, രാധു ഭവ്യതയോടെ പറഞ്ഞു. ഇങ്ങോട്ട് കൂടെ കൂട്ടമായിരുന്നില്ലേ? ഒറ്റയ്ക്ക് പുറത്ത് ഇരുത്തേണ്ടിയിരുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് ജോലി ഉറപ്പാണെന്ന്. സെലിൻ ഒരു പുഞ്ചിരിയോടെ ചെയറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടുവരാം മാം. രാധു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് പുറത്ത് അല്ലിയിരിക്കുന്നിടത്തേക്ക് ചെന്നു. ഡി അല്ലിപ്പെണ്ണെ, മാഡം നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ലിയുടെ കവളിലൊന്ന് പിച്ചു വിട്ടുകൊണ്ട് രാധു പറഞ്ഞു. ഒരു ചെറിയ ഹാൻഡ് ബാഗും തൂക്കി അല്പം മുന്തിയ വയറും താങ്ങിപ്പിടിച്ച് വയലറ്റ് ക്രീമും ചേർന്നൊരു കോട്ടൺ സാരി മണിഞ്ഞു നിൽക്കുന്ന ആ ചെറിയ പെൺകുട്ടിയെ കാണി സെലിനൊന്ന് പുഞ്ചിരിച്ചു. അല്ലിമ്മ ഉദയനല്ലേ? അവർ പതിഞ്ഞ സ്വരത്തെ തിരക്കി. അല്ലിയും അതേ താളത്തിൽ മൂളി. എന്നെ അല്ലിമ്മ മുമ്പ് കണ്ടിട്ടുണ്ടോ, അതോ ആദ്യമായി കാണുകയാണോ? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവൾക്കടുത്തേക്ക് വന്നു നിന്ന് സെലിൻ തിരക്കി. ആദ്യമായിട്ടാണ് കാണുന്നത്, മൃദുവായ ശബ്ദത്തിൽ അല്ലി പറഞ്ഞു. പക്ഷേ ഞാൻ ഈ അല്ലിമ്മ ഉദയനെ നേരത്തെ അറിയും. ഇയാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്കറിയാം. സെലിൻ സ്നേഹത്തോടെ അതിലേറെ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല മാം, അല്ലി വല്ലായ്മയോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നേയുള്ളൂ. പിന്നെ ഇന്നു മുതൽ കയറുവല്ലേ ജോലിക്ക്. ഇവിടെ അക്കൗണ്ടൊക്കെ നോക്കുന്നത് ശോഭയാണ്. അല്ലിമ്മയെ ഞാൻ അവരുടെ കൂടെയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞിട്ട് മറുപടി പറയുന്ന പോലെ സെലിൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വെളുത്തു തുടുത്ത് ഒരു ബൊമ്മക്കുട്ടിയെപ്പോലെ സുന്ദരിയായിരുന്നവൾ ഇന്ന് കണ്ണിനു ചുറ്റും കറുപ്പ് പടർന്നു. മുഖത്തൊക്കെ കുരുക്കൾ നിറഞ്ഞു. കഴുത്ത് കറുത്തു തുടങ്ങി. ആകെ വിളറ് വെളുത്ത് മെലിഞ്ഞൊരു രൂപമായിരിക്കുന്നു. എടുത്തു പറയാൻ അല്പം മുന്നിലേക്ക് നിൽക്കുന്ന ആ വയർ മാത്രം. ഇന്ന് തന്നെ കയറിക്കൊള്ളാം മാം. വെപ്രാളത്തോടെ അല്ലി പറയുമ്പോൾ ആ ശബ്ദത്തിൽ അവളെ ശ്രദ്ധിച്ചു നിന്നവൾ ഞെട്ടി അല്ലിമ്മയെ ഒന്ന് മിഴിച്ചു നോക്കിപ്പോയി. ഇന്ന് തന്നെ ഞാൻ ജോലിക്ക് കയറുന്നു എന്ന് പറഞ്ഞതാണ്. സെലിൻ്റെ ഞെട്ടൽ കണ്ട് അല്ലിമ്മ വീണ്ടും പറഞ്ഞു. വാ, ശോഭയുടെ അടുത്തേക്ക് ഞാൻ കൂടെ വരാം. രാധുവിനെയും അല്ലിയും കൂട്ടി സെലിൻ ശോഭയ്ക്കരികിൽ എത്തി. ശോഭേ, ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന അല്ലിമ്മ. ആള് കമ്പ്യൂട്ടർ ടാലിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല എന്നേ ഉള്ളൂ. 2 ദിവസം ഇയാള് ഒന്ന് സഹായിക്കണം. അല്ലിമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെലിൻ പറയവേ എല്ലാവരും അവരെ തന്നെ നോക്കി. ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെ ഒരു അടുപ്പം സെലിൻ കാണിക്കാത്തത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. ഞാൻ ഹെൽപ്പ് ചെയ്തോളാം മാഡം, ശോഭ പുഞ്ചിരിയോടെ പറഞ്ഞു. സെലിനൊന്നും മൂളി. അല്ലിമ്മ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരിൽ ആരോടെങ്കിലും പറയണം കേട്ടോ. അവളുടെ തോളിലൊന്ന് തട്ടിപ്പറഞ്ഞിട്ട് അവർ അവരുടെ ക്യാബിനിലേക്ക് പോയി. അല്ലി, നീ ഇവിടെ ഇരുന്നോ, ശോഭ ചേച്ചി നോക്കിക്കോളും. ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലട്ടെ പെണ്ണേ. അച്ചാറിന് വേണ്ട സാധനങ്ങൾ കട്ട് ചെയ്യുന്നിടത്താണ് രാധു ജോലി ചെയ്യുന്നത്. പോയിക്കോ, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേച്ചിയോട് പറയാം. ശോഭയെ നോക്കി ചിരിച്ചുകൊണ്ട് അല്ലി രാധുവിനോട് പറഞ്ഞു. രാധു ഒന്ന് മൂളിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. കൊച്ചിന് എത്ര മാസമായി? അല്ലി കമ്പ്യൂട്ടർ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ ശോഭ തിരക്കി. 5 കഴിഞ്ഞു ചേച്ചി. മനസ്സ് നിറഞ്ഞു വന്ന സന്തോഷത്തോടെ അല്ലി പറഞ്ഞു. മാഡത്തിന് അല്ലിക്ക് നേരത്തെ പരിചയമുണ്ടല്ലേ? അല്ല, ആള് നല്ല അടുപ്പം കാണിച്ചു, അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് മാഡത്തിനെ അറിയില്ല ചേച്ചി, പക്ഷേ എന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ അറിയാമെന്ന് പറഞ്ഞു. പെട്ടെന്നുള്ള ശോഭയുടെ ചോദ്യത്തിൽ ഒരു പകപ്പ് തോന്നിയെങ്കിലും അല്ലി മടിയതും കൂടാതെ പറഞ്ഞു. എനിക്ക് തോന്നി ഇയാളെ നോക്കുമ്പോൾ നല്ല സ്നേഹമാണ്, ആളുടെ കണ്ണിലും വാക്കിലുമൊക്കെ. അതാട്ടോ ഞാൻ ചോദിച്ചത്. മുന്നിലിരുന്ന ബില്ലുകൾ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ശോഭ പറഞ്ഞു. സെലിം മാഡത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ആലോചിച്ചുകൊണ്ട് അല്ലി അവർക്കരികിൽ കിടന്ന കസാരയിലേക്ക് മെല്ലെയിരുന്നു. ആ സമയം മുന്നിലിരുന്ന ലാപ്പിൽ അവളുടെ ചലനങ്ങൾ ഓരോന്നും പ്രണയത്തോടെ നോക്കിയിരുന്നവൻ ഏറ്റവും ഒടുവിൽ അല്പം വീർത്തു നിൽക്കുന്ന വയറിൽ നോട്ടം എത്തിയപ്പോൾ മാത്രം ആ നനവുറി നിന്ന മിഴികളിൽ വാത്സല്യം നിറഞ്ഞു. അരമന വീടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡനിലെ ബെഞ്ചിൽ ആലോചനയോടെ ഇരിക്കുന്ന പ്രഭാകരൻ്റെ അടുത്തേക്ക് വനജ വന്നിരുന്നു. എന്താ ഈ ആലോചിക്കുന്നേ? ഞാൻ അടുത്ത് വന്നിട്ട് പോലും അറിഞ്ഞില്ലല്ലോ. വനജയുടെ ശബ്ദമാണ് അയാളെ ചിന്തകളുടെ ലോകത്ത് നിന്ന് തിരികെ എത്തിച്ചത്. അയാൾ മുഖം തിരിച്ച് ഭാര്യയെ നോക്കി. ഇളനീല നിറത്തിലെ കോട്ടൺ സാരി ഉടുത്ത് നീണ്ട മുടി തുമ്പ് കെട്ടിയിട്ട് നെറ്റിയിൽ ഭസ്മക്കുറിയും
സീമന്തരേഖയിൽ അല്പം സിന്ദൂരം അണിഞ്ഞ ഒരു 50കാരി, തികച്ചും നാട്ടിൻപുറത്തെ ഒരു വീട്ടമ്മ എന്ന് ആർക്കും തോന്നും അവരെ കണ്ടാൽ. എന്താ നോക്കുന്നേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയും പ്രഭേട്ട. എന്താ ഇവിടെ ഇരുന്ന് ആലോചിച്ചു കൂട്ടിയത്? അയാളുടെ തോളോട് ചേർന്നിരുന്ന് അവർ വീണ്ടും ചോദിച്ചു. നമുക്കാണോ ചിന്തിക്കാനില്ലാത്തത്? അയാൾ അവരുടെ മുഖത്തേക്ക് മുഖം ചരിച്ചു നോക്കിക്കൊണ്ട് തിരക്കി. ആലോചിക്കാനും വേദനിക്കാനുമാണോ വനജെ നമുക്ക് കാരണങ്ങളില്ലാത്തത്? അയാൾ ചോദിക്കുന്നത് കേട്ട് മറുപടി ഇല്ലാതെ അവർ ഇരുന്നു. ശരിയാണ്, ഈ ജീവിതത്തിൽ ഇനിയെന്നും ഈ ഒറ്റപ്പെടലാവും ഞങ്ങൾക്ക് ദൈവം വിധിച്ചത്. 4-5 മാസം മുമ്പ് വരെ എത്ര സന്തോഷമായിരുന്നു ഈ വീട്ടിൽ. വളകിലുങ്ങും പോലെയുള്ള അല്ലയുടെ ചിരിയും വർത്തമാനവും, കുഞ്ഞു പിള്ളേരെ പോലെയുള്ള കുറുമ്പുകളുമായി കടന്നുപോയ 2 വർഷങ്ങൾ. നനവാർന്ന മിഴിയോടെ ഒരു ദീർഘനിശ്വാസത്തോടെ അവർ ആ പെണ്ണിനെയും ആ വയറ്റിൽ വളരുന്ന അരമന വീടിൻ്റെ അവകാശിയെയും ഓർത്തു. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വനജെ. ഇതൊക്കെ നമ്മുടെ മോൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായ വേദനയാണ്. അവന് ജന്മം കൊടുത്ത പാപത്തിന് നമ്മൾ ഇതൊക്കെ അനുഭവിക്കണം. അയാൾ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയൊരിക്കലും അല്ലി ക്ഷമിച്ചു വരില്ല അല്ലേ പ്രഭേട്ട? നമ്മുടെ കുഞ്ഞ്, ആ കുഞ്ഞ് ഇവിടെ എങ്ങനെ വളരേണ്ടതായിരുന്നു? വനജ ഉള്ളിൽ ഉയർന്നൊരു നോവോടെ തിരക്കി. അവൻ കാണിച്ചു കൂട്ടിയത് ഞാനല്ലല്ലോ കണ്ടത്, നീയല്ലേ? ആലിയുടെ സ്ഥാനത്ത് നിന്ന് നീ ചിന്തിക്കി. നീയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി ക്ഷമിച്ചു നിൽക്കുമോ എന്ന് അയാൾ വേദനയോടെ നെഞ്ചിൽ തലോടിക്കൊണ്ട് അവരോട് ചോദിച്ചു. അവൾ വരണ്ട, പക്ഷേ കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താലും അതുപോലും അല്ലി സ്വീകരിക്കുന്നില്ലല്ലോ പ്രഭേട്ട. വനജ പരാതി പോലെ പറഞ്ഞു. അവൾക്ക് ആരുടെ സഹായങ്ങളും ഇനി വേണ്ടടോ. അല്ലി തൈവേലിക്കാരുടെ അച്ചാർ കമ്പനിയിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. അയാൾ സങ്കടത്തോടെ പറഞ്ഞു. എൻ്റെ ഈശ്വര, ഈ അവസ്ഥയിലോ പ്രഭേട്ട? നിറമിഴിയോടെ അവർ തിരക്കി. അല്ലാതെ അവൾക്കും കുഞ്ഞിനും ജീവിക്കണ്ടേ? ദീപ നോക്കില്ല എന്ന് നമുക്കും അറിയുന്നതല്ലേ? അയാൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും അല്ലി അഭിമാനം മുറുകെ പിടിക്കുന്നവളാണ്. അവളെപ്പോലൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ നമ്മുടെ മോന് അർഹതയില്ല. വനജ ഉള്ളിൽ ഉയർന്ന ഏങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട, അല്ലി പ്രസവിക്കട്ടെ. നമ്മളായി ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നമ്മുടെ കാലശേഷം കുഞ്ഞിന് കിട്ടും വിധത്തിൽ രജിസ്റ്റർ ചെയ്തിടണം. പിന്നെ നിൻ്റെയും എൻ്റെയും കുടുംബ സ്വത്തായി കിട്ടിയത് മാത്രമേ വിനുവിൻ്റെ പേർക്ക് കൊടുക്കുന്നുള്ളൂ. പ്രഭാകരൻ ആശങ്കയേതുമില്ലാതെ പറഞ്ഞു. ആ, എന്തായാലും അല്ലിക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ലാതെ രണ്ടും രണ്ടാകട്ടെ. പ്രഭേട്ടൻ കയറി വരാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് വനജ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഇന്നല്ലേ അമ്മയുടെ മോൾക്ക് ഡിവോഴ്സ് അനുഭവിച്ചു കിട്ടുന്ന ദിവസം. ഇനിയിപ്പോൾ നല്ല സ്വതന്ത്രമായിട്ട് പാറിപ്പറക്കാമല്ലോ. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഏട്ടൻ അമ്മയോട് ചോദിക്കുന്നത് കേട്ട് അല്ലി മുറിയുടെ വാതിൽക്ക് തന്നെ നിന്നുപോയി. നീ എന്ത് വർത്തമാനമാണ് ദീപു പറയുന്നത്? അവളാണോ അവന് വേണ്ടാന്ന് വെച്ച് വന്നത്? അവൻ കണ്ട പെണ്ണുങ്ങളുടെ പിറകെ പോയിന് എൻ്റെ കുട്ടി എന്ത് പേച്ചു? പറയുമ്പോൾ ബിന്ദുവിന് സങ്കടം കൊണ്ട് തൊണ്ടയിടറി. അളിയൻ അങ്ങനെ പോയെങ്കിൽ നിങ്ങളുടെ മോളുടെ കഴിവുകേടാണ് അതിനു കാരണം. ദീപുവിൻ്റെ ആ വാക്കുകൾ അല്ലയുടെ ഹൃദയം കീറി മുറിച്ചു കളഞ്ഞിരുന്നു. കിടപ്പറയിൽ എൻ്റെ ശരീരം അയാൾ കടിച്ചു കുടിഞ്ഞതെന്നും ഒന്നുമായിരുന്നില്ലേ? ചിലപ്പോഴൊക്കെ മരണവേദന അനുഭവിച്ച് കിടന്നു കൊടുത്തത് അതൊന്നും അയാളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നത് ആയിരുന്നില്ലേ? അറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിച്ചത് മാത്രമല്ലേ എതിർത്തിട്ടുള്ളൂ? നിലത്ത് വീഴാതെ ഇരിക്കാൻ അല്ലി തളർച്ചയോടെ ഭിത്തിയിൽ ചാരി നിന്നുപോയി. ആ, ഞാൻ പറഞ്ഞു വന്നത്, കെട്ടുതാലിയും പൊട്ടിച്ച് തന്തയില്ലാത്ത കുഞ്ഞുമായിട്ട് അവളിവിടെ വന്നു നിൽക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞും ഭാര്യയുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ദീപു പതർച്ചയതും കൂടാതെ പറഞ്ഞു. അന്ന് വിനുവിൻ്റെ ആലോചന വന്നപ്പോൾ നീ ഇതുപോലെ പറഞ്ഞു. അവളീ കല്യാണത്തിന് സമ്മതിച്ചില്ല എങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവുമെന്ന്. അന്ന് അതൊക്കെ ഭയമായിരുന്നവൾ നീ പറഞ്ഞത് അനുസരിച്ചു. പക്ഷേ ഇന്ന് അവൾക്ക് ജോലി ചെയ്ത് ജീവിക്കാമെന്ന ധൈര്യമുണ്ട്. പക്ഷേ അതിൻ്റെ അവസ്ഥയെങ്കിലും നോക്കണ്ടേ ദീപു? ബിന്ദു കണ്ണുനീരോടെ ചോദിച്ചു. അത് ഞാൻ എന്തിനു നോക്കണം? അവളെ മാന്യമായി നല്ലൊരു കുടുംബത്തിൽ തന്നെയാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ടും അവൾക്ക് അവിടെ ജീവിക്കാൻ വയ്യ. ആളിനെ ഇത്തിരി കുരുത്തക്കേട് കാണിച്ചുവെങ്കിൽ അയാളുടെ വീട്ടുകാർ ഇവൾക്കും കുഞ്ഞിനും ജീവിക്കാൻ ഉള്ളതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ? അപ്പോൾ അവൾക്ക് അതും വേണ്ട. ഈ അവസ്ഥയിൽ ഇനി എത്ര നാൾ ജോലി ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ കുടുംബം നോക്കണം. അല്ലാതെ എല്ലാ കാലവും അനിയത്തെ നോക്കി കഴിയാൻ എനിക്ക് പറ്റില്ല. ദീപു തീർത്തു പറഞ്ഞു. അവളുടെയോ കുഞ്ഞിൻ്റെയോ കാര്യം നീ നോക്കേണ്ട ദീപു. പക്ഷേ അവൾ ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും?
ഇത് അവളുടെ കൂടെ വീടാണ്, നീ മറക്കരുത്. ബിന്ദു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവകാശമുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ മുഖത്ത് നോക്കി പറയാനാവോ അമ്മ? ആല്യമ്മയ്ക്ക് ഈ വീട്ടിൽ എന്നെപ്പോലെ അവകാശമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ അമ്മയ്ക്കാവുമോ? ദീപു അവരെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ ചോദിച്ചു. ബിന്ദു അവൻ്റെ ചോദ്യത്തിൽ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ ചുവരിൽ തൂക്കിയ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ചിത്രത്തിലേക്ക് കണ്ണുനീരോടെ നോക്കി.